ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ പുതിയ വീഡിയോ ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ ഡിസ്ചാർജ് ഡേ ആണ് കേട്ടോ. നമ്മൾ മോമുനെയും വാവനെയും ഡിസ്ചാർജ് ചെയ്യാണ്. നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോകും. അവരവിടെ നല്ല ഉറക്കത്തിലാണ്. പിന്നെ മോമു ആണെങ്കിൽ നമ്മുടെ ബേബി കെയറിന് ഒരു ക്ലാസ് ഉണ്ട്, സോ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയേക്കുക. അത് കഴിഞ്ഞ് വന്ന ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും. സോ നമ്മുടെ ഹോസ്പിറ്റൽ ജേർണി ഇന്ന് അവസാനിക്കും. ഇവിടെ റൂമിൽ എല്ലാവരും പാക്ക് ചെയ്യുന്നതിന്റെ ഒക്കെ തിരക്കിലാണ് കേട്ടോ. നമുക്കൊന്ന് അകത്തേക്ക് പോയി നോക്കാം. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമായതുകൊണ്ട് ഇവിടെ എല്ലാവരും ഓരോരോ തിരക്കുകളാണ് കേട്ടോ. ആൻഡ് കുറെ നേരമായിട്ട് വാവേനെ ഇങ്ങനെ കൈ തന്നെ എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മോമും ബേബിക്കാരൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു. നമ്മുടെ ബില്ല്, ഡിസ്ചാർജ് സമ്മറി, അങ്ങനെ കുറെ ഉണ്ടല്ലോ ഡിസ്ചാർജ് ആവുന്നതിന്റെ ഓരോ പ്രൊസീജിയേഴ്സ്. സോ അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടി നമ്മളിങ്ങനെ കട്ട വെയിറ്റിംഗിലാണ്. അതിനിടയ്ക്ക് നമ്മളിതാ ബേബിയുടെ ബർത്ത് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. അച്ഛനാണ് ഫില്ല് ചെയ്യുന്നത് ബേബിയുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഫാദർ നെയിം, മദർ നെയിം, അതുപോലെ തന്നെ ബേബിയുടെ പേര്, അതാണ് മെയിൻ. ബേബിയുടെ പേരൊക്കെ വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു എന്താ പറയുക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെ. അങ്ങനെ ബില്ലൊക്കെ റെഡിയാന്ന് പറഞ്ഞിട്ട് ബില്ലിംഗ് സെഷനിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. സോ അങ്ങനെ നമ്മളിതാ നേരെ ബില്ലിംഗ് സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അവർ രണ്ടുപേരുടെ പോയിട്ട് ബില്ലൊക്കെ പേ ചെയ്തിട്ട് വരട്ടെ. ഞാൻ എന്തായാലും വെളിയിൽ തന്നെ നിൽക്കുകയാണ്. എനിക്ക് അകത്തിരുന്ന് പോസ്റ്റ് ആകാൻ തീരെ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ നിൽക്കുകയാണ്. ഇവിടുത്തെ മിക്ക ഫ്ലോറിലും ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ കാഫറ്റേരിയാസ്. സോ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാൻറ്റീനിൽ എത്തിയിരിക്കുകയാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻറ്റിക്കും മോമോനുള്ള ലഞ്ച് നമ്മൾ നേരെ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി ഇവിടുന്ന് ലഞ്ച് കഴിക്കാം. അപ്പം ഞാനിപ്പോൾ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരട്ടെ. ഞാൻ ട്രൈപോഡ് റൂമിൽ വെച്ച് മറന്നു വിട്ടു എടുക്കാൻ വേണ്ടിയിട്ട്. അതാ ഫോൺ ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇത് എൻ്റെ ഫോണേ അല്ല, നമ്മുടെ ബ്രദറിൻ്റെ ഫോണാണ്. ഇതിൽ വീഡിയോ എടുത്തപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് ഇസ്കിയതാണ് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ഞാൻ നേരെ മീൽസിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബൊഫേ സിസ്റ്റം ആണ് മീൽസിന് വേണ്ടിയിട്ടുള്ളത്. ഇന്നലെ ഞാൻ ഇവിടുന്ന് മീൽസ് ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മീൽസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് വന്നൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ പറയുക, കറിയൊക്കെ അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന കറികളൊന്നും അല്ല കേട്ടോ ഇന്നുള്ളത്, നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ സാരമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഫൈനലി നമ്മളിതാ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാനൊരു അപാര ചിക്കൻ ബിരിയാണി ലവറാണ് ഗൈസ്. ഒരു സമയത്ത് പുറത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ എന്താ പറയുക ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു ഓർഡർ ചെയ്തിങ്ങനെ കഴിക്കുന്നുണ്ടാവുക. അങ്ങനെ കഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല ചിക്കൻ ബിരിയാണിയും തട്ടിക്കൂട്ട് ബിരിയാണിയും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ എനിക്ക് പറ്റും. ഇത് അത്യാവശ്യം നല്ല ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ 2 സെറ്റ് ബിരിയാണി മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞങ്ങൾ 3 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് ബാക്കിയും വന്നു. പിന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു. അങ്ങനെ നമ്മളിതേ ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വാവയുടെ ഡോക്ടർ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ചെക്കപ്പാണിത്. ഇതിലെല്ലാം ഓക്കെ ആയിരുന്നു. വാവക്കുട്ടും റെഡി ആയിട്ടോ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മളിതാ ക്യാരി ചെയ്യുന്ന ബാഗിൽ ആളെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം റെഡി ആയിട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. വാവക്കുട്ടിനെ എടുക്കുകയാണ്. ആന്റിയാണ് കേട്ടോ വാവക്കുട്ടിനെ എടുക്കുന്നത്. അവൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ കണ്ണും വീഴ്ചിരിക്കുകയാണ്. അങ്ങനെ ഈ റൂമിനോട് വലിയൊരു ബായി ഒക്കെ പറഞ്ഞ് നമ്മളിതാ ഇറങ്ങാൻ പോവാണ്. ഞാൻ എന്തായാലും ഈ റൂം നന്നായിട്ട് തന്നെ മിസ് ചെയ്യും കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഒന്നുമില്ലെങ്കിലും ഇവിടെ വന്ന് അഡ്മിറ്റ് ആയ അന്ന് തൊട്ട് എനിക്ക് എൻ്റെ ബ്രദറിന്റെയും വൈഫിന്റെ ഒക്കെ കൂടെ നിൽക്കാൻ പറ്റി. പിന്നെ ഡെലിവറി കഴിഞ്ഞ അന്ന് തൊട്ട് ഡേ ടൈമിൽ വാവയുടെ കൂടെ നിൽക്കാൻ പറ്റി. അതൊക്കെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി അവർ നേരെ പോകുന്നത് കൊല്ലത്തെ എൻ്റെ വീട്ടിലേക്കാണ്, അതായത് വാവയുടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്, അതായത് ട്രിവാൻഡ്രത്തേക്കാണ് ഞാൻ പോകുന്നത്. സോ ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വാവേനെയും എന്താ പറയാ ബ്രദറിനെയും അതുപോലെ തന്നെ മോമോയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും. പിന്നെ കുഴപ്പമില്ല, എന്താ പറയാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് ഫ്ലോറിലെത്തിയിട്ടോ. വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. നമ്മുടെ വണ്ടി ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ നേരെ വീട്ടിലേക്ക്. അതിനു മുമ്പ് കിംസ് ഹെൽത്തിനോട് വലിയൊരു താങ്ക്സ് പറയാൻ കേട്ടോ. വേറൊന്നും കണ്ടല്ല, എന്താ പറയാ മോമോന്റെ ഈ ഒരു ഡെലിവറി എക്സ്പീരിയൻസ്, ആ ഒരു ലേബർ പെയിന്റെ ടൈം ഒഴിച്ചുള്ള ബാക്കി ആ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്
ഇത്രയും ഒരു മനസമാധാനപരവും സന്തോഷപരവും ഒക്കെ ആക്കി തീർത്തതിൽ കിംസിന്റെ ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. അവരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി ആൻഡ് സർവീസ് എന്ന് പറയുന്നത് അത്ര നല്ലതായിരുന്നു. എനിവേ താങ്ക്സ് ടു കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തായാലും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിനൊക്കെ തന്നെ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം. അതുവരെ ബൈ ബൈ.